ഈ വർഷത്തെ NH അൻവർ മീഡിയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി MG രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ പുരസ്കാരം സമ്മാനിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള NH അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന 6ാമത് മാധ്യമ പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചത്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് മുൻ ന്യൂസ് ചീഫ് എഡിറ്ററുമായ MG രാധാകൃഷ്ണൻ അർഹനായി. വിവിധ മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങളും സമ്മാനിച്ചു. പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തന രംഗത്തെ പതിറ്റാണ്ടുകൾ നീണ്ട തനിമയാർന്നതും നിലപാടുകളിൽ ഉറച്ചതുമായ മാധ്യമ പ്രവർത്തനത്തിന്റെയും സാരഥ്യത്തിന്റെയും മികവുകളുടെ അടിസ്ഥാനത്തിലാണ് സിഒയുടെ ആഭിമുഖ്യത്തിലുള്ള NH അൻവർ ട്രസ്റ്റ് ടെലിവിഷൻ മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് എഡിറ്ററുമായ MG രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ പുരസ്കാരം സമ്മാനിച്ചു. സത്യസന്ധതയോടുകൂടി പത്രപ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തുക എന്നത് ഇന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. പത്രങ്ങൾ പലരുടെയും ഭരണകക്ഷിയുടെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ തന്നെ നേരിട്ട് ഏറ്റെടുത്ത് ഭരണകക്ഷിയെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കച്ചവടമായി മാറിയ ഈ സമയത്ത് ഇന്ന് 2 മാധ്യമ വ്യക്തിത്വങ്ങൾ ശ്രീ വെങ്കടേഷും ശ്രീ രാധാകൃഷ്ണനും ഇതിനൊരു അപവാദമായിട്ട് നിലനിന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ രാധാകൃഷ്ണൻ്റെ അഗാധമായിട്ടുള്ള ചരിത്ര പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്, നന്നായിട്ട് എഴുതും. സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരത്തിന് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ശ്രാവൺ കൃഷ്ണയും അർഹനായി. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ മരിച്ച മണ്ണ് എന്ന പരമ്പരയാണ് ശ്രാവൺ കൃഷ്ണയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 10,000 രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ സുഹൈൽ അഹമ്മദ് തയ്യാറാക്കിയ കാട് മുടിക്കുന്ന കൊന്ന എന്ന പരമ്പര പ്രത്യേക ജൂറി പരാമർശം നേടി. കേബിൾ TV വിഭാഗത്തിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം ദൃശ്യ ന്യൂസ് ചാനലിലെ ജോജു ജോസഫ് തയ്യാറാക്കിയ ജീവിതം നൂൽപാലത്തിലൂടെ എന്ന റിപ്പോർട്ടിനാണ്. മികച്ച ചിത്ര സംയോജനത്തിനുള്ള പുരസ്കാരം വയനാട് വിഷൻ ചാനലിലെ പ്രശോഭ് ജയകുമാറും നേടി. ഗന്ധകശാലയുടെ മണമുള്ള നാട്ടിലേക്ക് ഒരു യാത്ര എന്ന പരിപാടിയുടെ ചിത്ര സംയോജന മികവിനാണ് പുരസ്കാരം. മികച്ച ക്യാമറ പേഴ്സണുള്ള പുരസ്കാരം വയനാട് വിഷന്റെ ഷീലറ്റ് സിജോയും ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.